മന്ത്രിയാക്കാൻ 3 കോടി ആവശ്യപ്പെട്ട വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് ലഭിച്ച ഫോൺ കോളിലെ അന്വേഷണത്തിനായി പോലീസ് ഡൽഹിക്ക്. സിം കാർഡ് എടുത്തിരിക്കുന്നത് ഡൽഹി വിലാസത്തിലാണ്. മുഹമ്മദ് ഷഹീദുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി. ഷഹീദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഡൽഹിയിലേക്ക് ഇതിന്റെ അന്വേഷണം വ്യാപിക്കുകയാണ് അല്ലേ? തീർച്ചയായും മുത്തി അന്വേഷണം ഊർജിതമാക്കുകയാണ് അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായാണ് ഡൽഹിയിലേക്ക് അന്വേഷണ സംഘം തിരിക്കുന്നത്. കാരണം ഈ ഡൽഹിയിൽ നിന്നാണ് ഫോൺ സന്ദേശം എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ വന്നത്. വാട്സപ്പിലാണ് കോൾ വന്നത്. പക്ഷേ അത് ഡൽഹിയിൽ നിന്നുള്ള രജിസ്റ്റർ ചെയ്ത സിം കാർഡാണ്. ഈ സിം കാർഡ് ഇനി കുറിച്ച് പരിശോധിക്കണം. ഈ സിം കാർഡിൽ അവിടെ രജിസ്റ്റർ ചെയ്തപ്പോൾ നൽകിയ മേൽവിലാസം അത് ശരിയാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായാണ് പ്രാഥമിക ഘട്ടത്തിൽ ഈ സൈബർ ക്രൈം അന്വേഷണ സംഘം പോകുന്നത്. കോഴിക്കോട് സൈബർ ക്രൈം അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് തിരിക്കുന്നത്. ഏതായാലും ഈ കാര്യം വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. വഞ്ചന, സൈബർ തട്ടിപ്പ്, അങ്ങനെ സൈബർ കേസുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ മാസം 6-ാം തീയതിയാണ് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ ഇത്തരമൊരു ഫോൺ സന്ദേശം ലഭിച്ചത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടാകും. അവിടേക്ക് പുതിയ മന്ത്രിയായി അവസരം ലഭിക്കും. മന്ത്രിയാക്കാം എന്നുള്ളതായിരുന്നു ഈ ഓഫർ. കോഴിക്കോട് MP MK രാഘവനെ ഫോണിൽ വിളിച്ചാണ് രാജ്കുമാർ എന്ന പേരിൽ പരിചയപ്പെടുത്തിയത്. രാജ്കുമാർ എന്നത് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഡൽഹിയിലെ ഓഫീസിലെ ഒരു സ്റ്റാഫാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്. ഈ രാജ്കുമാർ എന്ന സ്വയം പരിചയപ്പെടുത്തിയാണ് MK രാഘവനെ വിളിക്കുന്നത്. രാഘവൻ അങ്ങനെ നമ്പർ നൽകുകയും ചെയ്തു. പക്ഷേ ഇത് യഥാർത്ഥ രാജ്കുമാർ അല്ല എന്ന് പിന്നീട് വ്യക്തമായി. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് രാജ്കുമാർ നേരിട്ട് വിദ്യാ ബാലകൃഷ്ണനുമായി സംസാരിച്ചു. രണ്ടുപേരുടെയും ശബ്ദത്തിലുള്ള വ്യത്യാസം ഒക്കെ തിരിച്ചറിഞ്ഞു. യഥാർത്ഥ രാജ്കുമാർ അല്ല വിളിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഈ MK രാഘവൻ MP വിളിച്ചാണ് ഈ നമ്പർ ശേഖരിച്ചത്. കോഴിക്കോട്ട് തന്നെയുള്ള മറ്റൊരു MLAയും സമാനമായ രീതിയിൽ വിളിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഡൽഹിയിലേക്ക് നേരിട്ട് പോയി അവിടെയുള്ള പരിശോധനകളുടെ ഭാഗമായുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. മോത്തി. ശരി.